പാലക്കാട്ടെ ബ്രൂവറിയിൽ സിപിഐയുടെ പിന്തുണ ഉറപ്പാക്കി എക്സൈസ് മന്ത്രി. വിവാദത്തിന് പിന്നാലെ എം.ബി. രാജേഷ് പദ്ധതിയെക്കുറിച്ച് ബിനോയ് വിശ്വത്തോട് വിശദീകരിച്ചു. പദ്ധതി കൊണ്ട് ജലദൌർലഭ്യം ഉണ്ടാകില്ല എന്ന് രാജേഷ് അറിയിച്ചു. പദ്ധതിയെ ബിനോയ് വിശ്വം എതിർത്തില്ല. 2 ദിവസം മുൻപ് എം.എൻ സ്മാരകത്തിലെത്തിയാണ് ബിനോയ് വിശ്വത്തെ കണ്ടത്. ഇപ്പോൾ അവശേഷിക്കുന്ന ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി വ്യക്തത തരുമെന്ന് എം.ബി. രാജേഷ് പാലക്കാട് പറഞ്ഞു. അഴിമതിയുടെ കാര്യം എന്തായി എന്നുള്ളത് അറിയട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും പറഞ്ഞു, അങ്ങനെ അഴിമതിയുടെ കാര്യം പറയാതെ ഇനി വിടുന്ന പ്രശ്നമില്ലാണ്. അത് പറയട്ടെ, അത് അവരാണ് ഇനി പറയേണ്ടത്. ഞാൻ ഗവൺമെന്റിന് വേണ്ടി പറയാനുള്ള കാര്യം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇന്നലെ രണ്ടുപേരും കൂടി സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയല്ലോ. ആ വാർത്താ സമ്മേളനത്തിൽ എന്തുണ്ടായിരുന്നു? വാർത്താ സമ്മേളനത്തിൽ എന്താ ആരോപണം? ഇപ്പൊ എന്താണ് അവശേഷിക്കുന്ന ആരോപണം എന്താണെന്ന് വ്യക്തമായിട്ട് വരട്ടെ. അതിനുള്ള മറുപടി ഇന്നിപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ സംസാരിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഇതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ എല്ലാ സ്ഥിതി എന്നിപ്പോൾ മനസ്സിലായില്ലേ? ഏത് തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്? എങ്ങനെയാണ് ഈ ആരോപണങ്ങൾ ഒരു പരദൂഷണം എന്ന നിലയിൽ പാടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അവസാനം അതിന്റെ ഗതി എന്താണ് എന്നതിന്റെ വേറൊരു തെളിവല്ലേ ഇത്? കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ ക്യാബിനറ്റ് അംഗീകരിച്ച കാര്യം അത്. പിന്നെ പ്രത്യേകം ബോധ്യപ്പെടുത്തുന്ന കാര്യമില്ല. അല്ല, അത് സാധാരണ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വരുമ്പോൾ സംസാരിക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. ഒരു കാര്യം കൂടി, സേഫ് സൈഡ് ലാബ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സേഫ്, ഈ ബ്രൂവറി വിഷയത്തിൽ സിപിഐക്കകത്തും മുറുമുറുപ്പുണ്ടായിരുന്നു. അത് മുന്നിൽ കണ്ട് തന്നെയാണോ കഴിഞ്ഞ ദിവസം ഈ കൂടിക്കാഴ്ച ഉണ്ടായത്? എന്താണ് സിപിഐയുടെ നിലപാട്? ബിനോയ് വിശ്വത്തിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ടോ? പറഞ്ഞ് മനസ്സിലാക്കാൻ മന്ത്രിക്ക് സാധിച്ചോ? അതെ അമൃത, അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞ് സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ടാണ് സിപിഐയുടെ പ്രാദേശിക നേതൃത്വത്തിൽ നിന്ന്, ലോക്കൽ സെക്രട്ടറി അടക്കമുള്ള ആൾക്കാരിൽ നിന്ന് പാലക്കാട് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാവുകയും പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുമ്പോഴും സിപിഐയുടെ സംസ്ഥാന നേതൃത്വം ഏതെങ്കിലും തരത്തിലുള്ള എതിർവികാരങ്ങളോ എതിർ സ്വരങ്ങളോ ഉയർത്താതെ നിൽക്കുന്നത്. അത് ഈ വിവാദമുണ്ടായി പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ അദ്ദേഹം പാലക്കാട്ടേക്ക് പോകുന്നതിന് മുമ്പ്, മന്ത്രി എം.പി. രാജേഷ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പാലക്കാട്ടേക്ക് പോകുന്നതിന് മുമ്പാണ് എം.എൻ സ്മാരകത്തിലെത്തി സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ കണ്ടത്. ബിനോയ് വിശ്വവുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് വിശദീകരിച്ചു. ജല ദൗർലഭ്യം ഉണ്ടാകും എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് വസ്തുതയില്ല. വെള്ളം കണ്ടെത്താൻ വേണ്ടി എങ്ങനെയാണ് ശ്രമിക്കുന്നത്, ഈ പദ്ധതിക്ക് എങ്ങനെയാണ് അവരെ കണ്ടെത്തിയത്, ഈ വയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി കണ്ടെത്തിയത് എങ്ങനെയാണ് തുടങ്ങി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി നേരിട്ട് കണ്ട് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അതിനുള്ള കാരണം സിപിഐ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഘടകകക്ഷിയാണ് മുന്നണിയിലെ. അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ എതിർസ്വരങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിന് വലിയ എതിർപ്പുകൾ ഉണ്ടാക്കും. ഈ പശ്ചാത്തലത്തിലാണ് സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ നേരിട്ട് കണ്ട് എക്സൈസ് മന്ത്രി തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചത്. അദ്ദേഹം എതിർപ്പ് രേഖപ്പെടുത്തിയില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനിയുള്ളത് ഈ പ്രതിപക്ഷം ഉയർത്തിയ ചില ആരോപണങ്ങളുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും അതുപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒരുമിച്ച് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി ചില ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതിനുള്ള മറുപടി നൽകേണ്ടത് സാധാരണഗതിയിൽ എക്സൈസ് മന്ത്രിയാണ്. പക്ഷേ എക്സൈസ് മന്ത്രി പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഇന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ചയുടെ മറുപടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ ഉയർന്നു വന്ന എല്ലാ ആരോപണങ്ങൾക്കും മറുപടി നൽകും. ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും മറുപടി നൽകുന്നതിനൊപ്പം PP കിറ്റുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നിയമസഭയിലടക്കം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. അതിനടക്കമുള്ള എല്ലാ വിവാദങ്ങൾക്കും മുഖ്യമന്ത്രിയുടെ മറുപടി ഇന്ന് വൈകിട്ടോടുകൂടി ഉണ്ടാകും. അമൃത. ശരി സേഫ്.